നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം ട്രിവാൻഡ്രം. നവംബർ മാസത്തിലെ 3ാമത്തെ ബുധനാഴ്ചയാണ് നമ്മൾ ലോക COPD ദിനമായിട്ട് ആചരിക്കുന്നത്. COPD എന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ തന്നെയാണ് COPD. കൂടുതലായും അത് ഉണ്ടാകുന്നത് മുതിർന്നവരിലാണ്. പണ്ട് കൂടുതൽ പുരുഷന്മാരിലാണ് കണ്ടുകൊണ്ടിരുന്നതെന്ന് വെച്ചാലും ഇപ്പോൾ സ്ത്രീകളിലും നമ്മൾ ധാരാളം COPD രോഗികളെ കാണാറുണ്ട്. കുട്ടികളിൽ COPD ഉണ്ടാവുന്നത് വളരെ റെയറാണ്. അതിന് ചില ജനിതകമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ COPD, അതായത് കുട്ടികളിൽ COPD ഉണ്ടാകാറുള്ളൂ. അല്ലെങ്കിൽ അത് COPD എന്ന് പറയുന്നത് കൂടുതലും മുതിർന്ന ആൾക്കാരിൽ വരുന്ന ഒരു രോഗം തന്നെയാണ്. COPD ഉണ്ടാകാനുള്ള ചില കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് പുകവലിയാണ്. പുകവലിക്കുന്ന ഒരാൾക്ക് COPD ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുകവലി അല്ലാതെ ഇപ്പോൾ നമ്മൾ വിറക് അടുപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആസ്മ രോഗമുണ്ട് അത് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരിക, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായി നമ്മൾ പൊടി ഒരുപാട് ഉള്ളിലേക്ക് പോവുക, ഈ ആൾക്കാർക്കെല്ലാം തന്നെ COPD എന്ന രോഗം വരാനുള്ള സാധ്യതയുണ്ട്. COPDയുടെ പ്രധാന ലക്ഷണം ചുമയും ശ്വാസമുട്ടുമാണ്. ചുമ എന്ന് പറഞ്ഞാൽ കഫം, വെളുത്ത നിറത്തിലുള്ള കഫം പോകുന്നത് പോലത്തെ ഒരു ചുമയും അതോടൊപ്പം തന്നെ നമുക്ക് ശ്വാസമുട്ട്. ആദ്യം നമുക്കൊരു ചെറിയ ശ്വാസമുട്ടായിരിക്കും, അതായത് എക്സേർട്ട് ചെയ്യുമ്പോൾ മാത്രമുള്ള ശ്വാസമുട്ട്. പക്ഷെ അത് രോഗം പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ അത് നമുക്ക് നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റി പോലും ചെയ്യാൻ പറ്റാത്തത് പോലത്തെയുള്ള ശ്വാസമുട്ടിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ചുമയും ശ്വാസമുട്ടുമാണ് COPDയുടെ പ്രധാന ലക്ഷണങ്ങൾ. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് എക്സ്റേയും നമുക്ക് PFT, ലങ്സിൻ്റെ ഫങ്ഷൻ, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് COPD നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് വന്നു എന്നത് മനസ്സിലാക്കുക, ആ റിസ്ക് ഫാക്ടറിനെ അവോയ്ഡ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻസ് വരും, മരുന്നുകൾ വരും. അതിൽ മരുന്നുകളിൽ പ്രധാനമെന്ന് പറയുന്നത് ഇൻഹേലർ മരുന്നാണ്. അത് പല തരത്തിലുള്ള ഇൻഹേലർ മരുന്നുണ്ട്, അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് എടുക്കേണ്ടി വരും. COPD എന്ന രോഗത്തിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് COPD രോഗികൾക്ക് നമുക്ക് ശ്വാസകോശത്തിൽ ചുരുക്കം വരാൻ സാധ്യതയുണ്ട്, ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, ലങ് ക്യാൻസർ വരാം. അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അത് റെസ്പിറേറ്ററി ഫെയിലിയർ, അതോടെ തുടർന്ന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ COPD രോഗമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത് അവർ ഇൻഹേലേഴ്സ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ, നിർദ്ദേശിച്ച പ്രകാരം തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. മൂന്നാമതായി അവർ തണുപ്പും പൊടിയും അവോയ്ഡ് ചെയ്യണം. അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ മാസ്ക് ധരിക്കാനും ഹാൻഡ് ഹൈജീൻ മെഷേഴ്സൊക്കെ ഉറപ്പായിട്ടും എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ വാക്സിനേഷൻസ്, ന്യൂമോണിയ വാക്സിൻ, ഫ്ലൂ വാക്സിൻ, ഈ 2 വാക്സിന് നിർബന്ധമായി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് COPD എന്ന രോഗത്തെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.